കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഇടക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ അച്ഛൻ ജനാർദ്ദന പണിക്കരുടെയും തങ്കമ്മ അമ്മയുടെയും മൂത്ത മകനായി 12/5/1951 ജനനം. കടമ്പനാട് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠനം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കൽ സ്കൂളിൽ ബിരുദാനന്തര ബിരുദം. 1969 ഇന്ത്യൻ എയർഫോഴ്സിൽ ചേരാനുള്ള ആഗ്രഹവുമായി ബംഗളൂരുവിലേക്ക് വണ്ടി കയറ്റം. ഉപജീവന മാർഗത്തിനു വേണ്ടി പല തൊഴിലുകളിൽ ഏർപ്പെട്ടുവെങ്കിലും കർണാടക കൊളഗിരി നിവാസികൾക്കായുള്ള സംയുക്ത സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയത് ജീവിതയാത്രയുടെ പുത്തൻ വഴിത്തിരിവായി. BTM ലേഔട്ടിലുള്ള സോമേശ്വര കോളനിയിൽ 15 കുട്ടികളെയും വെച്ചുകൊണ്ട് തുടങ്ങിയ അംഗനവാടി പ്രാന്തപ്രദേശങ്ങളിലും നിരവധി സ്ലം ഏരിയയിൽ ഉള്ള കുട്ടികൾക്കും തികച്ചും ഉപകാരപ്രദമായി. ജന്മനാട്ടിൽ നിന്നും മറ്റൊരിടത്തേക്ക് ചേക്കേറുമ്പോൾ ഏതൊരു പ്രവാസിയും അനുഭവിക്കുന്ന യാതനകൾക്ക് ശ്രീ J. ഹരിദാസനും പാത്രമാണ്. അംഗനവാടിയുടെ രൂപീകരണം ഈ മനുഷ്യസ്നേഹിക്ക് നിരന്തരം യാതനകൾ നേരിട്ടതിന്റെ അനന്തര ഫലമാണ് 1980 വിദ്യാജ്യോതി സ്കൂൾ എന്ന പേരിൽ രൂപം കൊണ്ടതെന്ന് ശ്രീ ഹരിദാസൻ തന്റെ ഓർമ്മകളിൽ കുറിക്കുന്നു. ആദ്യമായി 200 കുട്ടികളെയും ചേർത്തുകൊണ്ട് ലോവർ പ്രൈമറി സ്കൂൾ തുടങ്ങുകയും ഇന്ന് ഹൈസ്കൂളായും ജൂനിയർ കോളേജ് ആയി വളരുകയും പൂന്തോട്ട നഗരിയുടെ ഹൃദയഭാഗങ്ങളിലായി 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന കരുത്തുറ്റ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉടമയും കൂടിയായ ശ്രീ J. ഹരിദാസൻ അവരുടെ അതിജീവനത്തിന്റെ കഥ പ്രവാസികളായ ഏതൊരു മലയാളികൾക്കും ഇന്നും കരുത്ത് പകരുന്നതാണ്. 16/10/2017 ഭാര്യ AV രാധയുടെ വിയോഗം തെല്ലൊന്നുമല്ല ഈ മനുഷ്യസ്നേഹിയെ വേദനിപ്പിച്ചതെങ്കിലും മക്കൾമാരായ അരുൺദാസും സിന്ധുവും വരുൺദാസും ഈ മനുഷ്യസ്നേഹിയുടെ കരങ്ങൾക്ക് ഇന്നും ശക്തി പകരുന്നു. വിദ്യാഭ്യാസം ഒരു കച്ചവടമായി കാണാതെ നിരാലംബരായ ജനങ്ങൾക്ക് ഒരു താങ്ങും തണലുമായി നിൽക്കുന്ന ശ്രീ J. ഹരിദാസൻ അവർക്ക് തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഗ്ലോറിയസ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഹാർദവമായി സുസ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവനും ഉള്ള മലയാളികളുടെ നെഞ്ചിലെ 72 ദിവസം നീണ്ടുനിന്ന ഒരു നീറ്റലിന്റെ അവസാനമായിരുന്നു സെപ്റ്റംബർ 25, 2024 എന്ന ദിവസം. സമയം വൈകിട്ട് 3 മണിയോടടുത്തപ്പോൾ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുനന്റെ ഭാരത് ബെൻസ് ട്രക്ചർ ഉപയോഗിച്ച് ഉയർത്തിയെടുക്കുമ്പോൾ പുഴയ്ക്കരികിൽ നിന്നിരുന്ന മനാഫിന്റെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ കണങ്ങൾ പൊഴിയുന്നുണ്ടായിരുന്നു. 2024 ജൂലൈ 16 ഉത്തര കന്നഡ ജില്ലയിൽ പെയ്ത് തോരാതെ നിന്നിരുന്ന മഴയിൽ ദേശീയപാതയിലേക്ക് കുന്നിടിഞ്ഞു വീണു. ഉച്ചയോടെ ആയിരുന്നു സംഭവം. മണ്ണ് മുഴുവനും എതിർദിശയിൽ ഉണ്ടായിരുന്ന ചായക്കടയെയും കൊണ്ട് മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്ക് ഒഴുകി എത്തിയത്. ഈ അപകടത്തിൽ ലോറി ഡ്രൈവർ ആയ അർജുനൻ പെട്ടിട്ടുണ്ടെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. ലോറിയുടെ GPS സിസ്റ്റം അവിടെ ആയിരുന്നു അവസാനമെന്ന് ഉറപ്പിച്ചതോടെ ലോറി ഉടമ മനാഫ് ജൂലൈ 18 ഷിരൂരിലേക്ക് യാത്ര തിരിച്ചു. പിന്നെ നമ്മൾ കണ്ടത് നിശ്ചയദാർഢ്യത്തിന്റെയും സ്വയം സമർപ്പണത്തിന്റെയും ഉദാത്തമായ മാതൃക കൂടിയായിരുന്നു. ഒരുപക്ഷെ ഒരു മനുഷ്യന് വേണ്ടി 72 ദിവസങ്ങൾ പുഴയിൽ തിരയുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിരിക്കാം. ഒരു മലയാളിക്ക് വേണ്ടി അന്യ സംസ്ഥാനത്തും ഇത്രയും കാലദൈർഘ്യമുള്ള തിരച്ചിൽ ഇതാദ്യമായിരിക്കാം. തിരച്ചിലിന്റെ പല ഘട്ടങ്ങളിലും തടസ്സങ്ങൾ ഏറെ നേരിട്ടു. ഇന്ത്യൻ സൈന്യവും ഈശ്വർ മാൽഭയും അന്വേഷണത്തിന്റെ നാൾവഴികളിൽ വന്നുപോയി.
ദൗത്യത്തിന്റെ അവസാന നാൾ വഴികളിലേക്ക് അടുത്തപ്പോൾ സെപ്റ്റംബർ 19 ഗോവയിൽ നിന്നും കൊണ്ടുവന്ന ട്രക്ചർ ഗംഗാവാലി പുഴയിലേക്ക് തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ സെപ്റ്റംബർ 23 ആർച്ചനൻ ഓടിച്ച വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. എന്നാൽ സെപ്റ്റംബർ 25 തീയതി എല്ലാ ചോദ്യങ്ങൾക്കും അടിവരയിട്ടുകൊണ്ട് ഗംഗാവാലി പുഴയിൽ നിന്നും ട്രക്ചർ ഉപയോഗിച്ച് ലോറി പുറത്തെടുത്തു. തോൽക്കാൻ മനസ്സില്ല, അവനെയും കൊണ്ടേ പോകൂ എന്ന് ആ മനുഷ്യൻ ആദ്യം മുതൽക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തിനധികം പറയണം, ആ പേരിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്. മനാഫ്, മൂല്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്നവൻ എന്നർത്ഥം. അതെ, നിശ്ചയദാർഢ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മനസ്സാക്ഷിയുടെയും പ്രതീകമായ മനാഫിന് തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഗ്ലോറിയസ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഹാർദവമായി സുസ്വാഗതം ചെയ്യുന്നു. വീഡിയോ കിട്ടും. 72 ദിവസങ്ങൾ മനാഫിന് ഈ ഗ്ലോറിയസ് അവാർഡ് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനം. ഏറ്റവും വലിയ ഒരു ആത്മബോധമാണ് മറ്റൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ദൃഢതയും ദൃഢപ്രതിജ്ഞയും. അത് മനാഫ് ചെയ്തിരിക്കുന്നു. 72 ദിവസങ്ങൾ സ്വന്തം കുടുംബത്തെ പോലും മറന്ന്, സ്വന്തം ബിസിനസ് മറന്ന്, മറ്റെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. നമുക്ക് ഒരു ബിഗ് സല്യൂട്ടും ഒരു നല്ല കൈയടി കൊടുക്കാം മനാഫിന്. കുറച്ചു നേരം സംസാരിക്കാൻ ഒരാഗ്രഹം ചോദിച്ചു വാങ്ങിയതാണ്. ആദ്യം കുറച്ച് ദിവസം മുന്നേ ഇവിടെ ബാംഗ്ലൂരിൽ മരണപ്പെട്ട സ്റ്റേഡിയത്തിലെ ദുരന്തത്തിലുള്ള ആളുകളെ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണം. ദുരന്തങ്ങൾ അവിടെ ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരുപാട് നഷ്ടങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഒരുപാട് വീടിലെ ആളുകളുടെ പ്രതീക്ഷയാണ് നഷ്ടപ്പെടുന്നത്. എന്നിരുന്നാലും മരണസംഖ്യ കുറേ ആളുകളെ രക്ഷപ്പെടുത്താൻ, മരണസംഖ്യ കുറയ്ക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിച്ചു. ആശ്വസിക്കാം. ഞാനിവിടെ നിൽക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന 1-2 കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നുന്നു. ഞാൻ ചിരൂര് ദൗത്യത്തിന്റെ സമയത്ത് ഒരു 50 ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലേക്ക് വന്നു. ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ കാണാൻ. വക്കീലിനൊന്നും എനിക്കറിയില്ല ആരാളുള്ളത്, പക്ഷെ എനിക്കൊരു വക്കീലിനെ വേണ്ടി. കാരണം ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ ഒന്നുകൂടി കേസ് സ്ട്രോങ് ആക്കാൻ. അന്ന് ഞാൻ സത്യസാറിനെ പോലത്തെ ആളെ കണ്ടില്ല, എനിക്കറിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അലഞ്ഞിക്കിട്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരാളെ, ഒരു മലയാളി വക്കീലിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നിട്ട് സഹായിക്കാൻ ഹൈക്കോടതിയിൽ ഒരു സാറുണ്ടായിരുന്നു. സാറ് പേര് മധുനോ അങ്ങനെ എന്തോ ആണ് പേര്, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്തോ ആണ്. അപ്പൊ ഞാൻ അഡ്വക്കേറ്റ് സത്യൻ സാറ് കൂടെ കണ്ടപ്പോൾ അതേമാതിരി തന്നെ നമ്മളെ മാൻഡോ ഐസക് ഒക്കെ അഡ്വക്കേറ്റുമാർ ഇവിടെ ദിവസം ഒരു ജീപ്പില് പെരും മഴയത്ത് ഒരു ജീപ്പില് കുറച്ച് ചായയും സമൂസയൊക്കെ കൊണ്ടുവന്നു. ഞാൻ ജീപ്പ് ശ്രദ്ധിച്ചില്ല, ഞാൻ അതിനുള്ളിലുള്ള ചായയും സമൂസയാണ് ശ്രദ്ധിച്ചത്. ഞാൻ വിചാരിച്ചത് പൈസ കയറ്റും. അപ്പൊ
എൻ്റെ ഈശ ഫുള്ള് മഴയാണ്. ഞാൻ കുട ഉപയോഗിക്കാറില്ല. ഞാൻ നിന്ന ഒരു ദിവസം പോലും കുട ഉപയോഗിച്ചിട്ടില്ല, ഒരു തൊപ്പി മാത്രം. അപ്പൊ ഈശന് പൈസ ഇല്ല. അപ്പൊ ഞാൻ കുറച്ചേക്ക് തരാം, വണ്ടിയിലുണ്ട്, കാറിലുണ്ട് പൈസ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് അത്ഭുതം, കർണാടകയിൽ ഫ്രീയോ? വണ്ടി നോക്കുമ്പോൾ ഒരു ചർച്ചിന്റെ വണ്ടിയാണ്, ഫ്രീ ആയിട്ട് ഒരു ചായ ഭക്ഷണം. ഞാൻ പറഞ്ഞ ഒരു സമൂസ കൂടി കൂടുതൽ എടുക്കട്ടെ. അങ്ങനെ സമൂസ കൂടുതൽ എടുത്ത് നോക്കുമ്പോൾ ആ ചർച്ചിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മനാഫിന് ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചർച്ചിലേക്ക് വന്നാൽ മതി. അങ്ങനെ 5ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങി. ഈ വരുന്ന ആളുകൾക്ക് അറിയില്ല ഇതൊരു കാട് പ്രദേശമാണ്, താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. ചാനലിൽ കേട്ടിട്ട് ചാനലിലെ കണ്ട ആ ഒരു രീതിയിൽ ആവേശപ്പുറത്ത് മലയാളികൾ 200 ആള് കർണാടകയിലേക്ക് പോകുന്നു. അതിൽ കുറെ ആളുകളെ താമസിപ്പിക്കാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ രാത്രി ഒരു 12 മണി ആവാനായിരിക്കും, സ്ഥലമില്ല. ഞാൻ ഈ മഴയത്ത് കാറെടുത്ത് ചർച്ചിൽ പോയി, അൻഗോല ചർച്ചിൻ്റെ മുറ്റത്ത് പോയി. അവിടെ ഒരു കണ്ട കോളിംഗ് ബെല്ല് അടിച്ച് ഒരാൾ വന്ന്, ഞാൻ പറഞ്ഞു എൻ്റെ പേര് മനാഫ്, ഈ ചർച്ചിലേക്ക് വന്നാൽ മതി, സഹായം കിട്ടുമെന്ന് പറഞ്ഞു. ശ്രീ സതീഷ് KS, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് സ്വദേശി, സിനിമാ സംവിധായകനും പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ KS സതീഷിന് ഗ്ലോറിയസ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഹാർദവമായും സുസ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കണ്ട സിനിമകൾ കീഴോട്ട് നിങ്ങൾ കണ്ടു കാണും, സദാപം കണ്ടു കാണും, ഒരുപാട് സിനിമകൾ കണ്ടു കാണും മലയാളികൾ. എല്ലാം ഞാനും ചെയ്തതാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ സഹകരിക്കുക. മനുവിൻ്റെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയെ എനിക്ക് വളരെ സ്നേഹം. അടുത്ത മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വിദേശത്ത് യാത്രയുണ്ട്. യുകെയിൽ ഒരു പരിപാടിയിൽ മധുവിനോടൊപ്പം ഞാൻ സഹകരിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം, താങ്ക് യു. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് കൈ ഒഴിഞ്ഞു, ഒരു ഫോട്ടോ മാത്രം വെച്ച് പരിപാടി നടന്നു. എന്തായാലും താങ്ക് യു. ശ്രീ TS അരുൺ ഗിലാനി, തിരുവനന്തപുരം ജില്ലയിൽ തിരുമല സ്വദേശി. കഴിഞ്ഞ 17 വർഷം കൊണ്ട് ചലച്ചിത്ര സംവിധാന രംഗത്തും അഭിനയ, നിർമ്മാണ, കഥാതിരക്കഥ, ഗാനരചന എന്നീ രംഗങ്ങളിലും ഛായാഗ്രഹകൻ എന്നീ രംഗത്തും വളരെയേറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞ യുവ പ്രതിഭ. ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും സിനിമാ സംവിധാനം പഠിക്കുകയും പ്രശസ്തരായ നിരവധി സംവിധായകരോടൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തൃപ്പൂണിത്തുറ RLB കോളേജിൽ നിന്നും ഫൈൻ ആർട്സിൽ ബിരുദവും മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കിയ ശ്രീ TS അരുൺ ഗിലാനിയെ തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഗ്ലോറിയസ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സുസ്വാഗതം ചെയ്യുന്നു. സംഘകല സാംസൺ സൈമൺ ജോസഫ് 9-ാം വയസ്സ് മുതൽ ബാലനടനായി രംഗപ്രവേശനം ചെയ്ത ഈ കലാകാരൻ നാടക, സിനിമ, സീരിയൽ രംഗത്തും ഷോർട്ട് ഫിലിം, മ്യൂസിക്കൽ ആൽബം, വെബ് സീരീസ് നിർമ്മാതാവ് എന്ന നിലകളിലും പ്രശസ്തി ആർജിച്ചു. അഭിനയത്തിന്റെ അമിതാവേശം സംഘകല തിയേറ്റേഴ്സിന് രൂപം നൽകി. മരണം, ദുർബലം, വാസം എന്നീ സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അഭിനേത്രി, ഉബണ്ടു എന്നീ സിനിമകൾ റിലീസിനായി ഒരുങ്ങുന്നു. സിനിമ, സീരിയൽ, നാടക കലാരംഗത്തേക്ക് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ അനുഗ്രഹീത കലാകാരന് തേജസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ഗ്ലോറിയസ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഹാർദവമായി സുസ്വാഗതം ചെയ്യുന്നു.
Next time, I think we'll be getting a gold medal. On behalf of Tejas Charitable Trust, I thank the Managing Trustee Sri Madhu Kalmalur and Trustee Srimati Deepa for organizing such a great event. I would like to extend my heartfelt gratitude to the Chief Guest, Mr. Sadesh Krishna Sale, Karwar MLA in his absence, and all the guests of honor, Father Anto Kaniratingal CMI, Parish Vicar of St. Thomas Parian Church, Mr. P. Gopakumar IRS, Additional Commissioner of Customs, Advocate Satyan Puttur, Panel Advocate of Pollution Control Board, Government of Karnataka, and Mr. Ajesh LGD, Board Member of Kadamanada Arukere Grama Panchayat, Hemant Alkodam, Sri M.K. Rajendran, Sri Haridasan, Sri Kandappan, Sri Raghu S. Kannan, Sri Somashekar, Sri Manoj, Sri Gopala did a great job. Tejas Charitable Trust need your prayers, blessings and support in the future too. Thank you all for joining us today. നമ്മൾ ഇനിയൊരു ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്.